ഹലോ ഗായ്സ്. അപ്പോൾ ഞാനിന്നിവിടെ എൻ്റെ ചെറിയൊരു സ്ക്വാഡ് റിവീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ പോറോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സ്ക്വാഡിൽ ആദ്യം നമുക്ക് ഫോർവേഡ് മുതൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിനെ എല്ലാം പൊസിഷൻ വൈസ് സെറ്റ് ചെയ്ത് നിർത്താം. മെയിനായിട്ട് ഞാനിപ്പോൾ MSN പാക്ക് വന്നതിന് ശേഷം സുവാർസിനെ കിട്ടി. അതിന് ശേഷം ഞാൻ എൻ്റെ CFൽ എപ്പോഴും സുവാർസിനെയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് CFലേക്ക് ഞാൻ സുവാർസിനെ റെക്കമെൻഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഫോർവേഡിലേക്ക് തന്നെ ആവശ്യമില്ല. അപ്പം ഇനി CFനെ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്കുള്ളത് നോക്കാം. അപ്പം ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് നോക്കാന്ന് വെച്ചെങ്കിൽ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ CF ക്രൈഫിനെ ഞാൻ AMFലാണ് യൂസ് ചെയ്യൽ. കാരണം പാസിങ് ഉണ്ടല്ലോ, അത് കാരണം ക്രൈഫിനെ AMFൽ, എംബാപ്പെ LWFൽ യൂസ് ചെയ്യൽ. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് കാൻറ്റോണ ഉണ്ട്. എറിക് കാൻറ്റോണ ഇറ്റോക്ക് വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ കാൻറ്റോണ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ കാൻറ്റോണ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇറക്കൽ. കാൻറ്റോണ അവിടെ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ഡേവിഡ് വിയന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കലാണ്. പിന്നെ ടോറസ് ഉണ്ട്. ടോറസിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കലാണ്. പിന്നെ നോക്കാന്ന് വെച്ചെങ്കിൽ നമുക്ക് CFൽ പ്ലേയേഴ്സ് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അടുത്ത പൊസിഷനിലേക്കുള്ള ഒരു പ്ലെയറിനെ നമുക്ക് നോക്കാം. പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. പണ്ട് മുതലേ കളിക്കണവരുണ്ട്. ലെജൻസ് എപ്പിക്കൊക്കെ ലെക്കോണ്ട് കൂടുതൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് SSലേക്ക് ഗ്രീസ്മാന് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു കളി കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല പാസിങ് എബിലിറ്റിയും കൂടുതലൊക്കെ ചെയ്തുകൊണ്ട് നല്ല കളി കളിച്ചിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നാവോ ചെറിയൊരു മിസ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലിറ്റ്സ്കൾ മെസ്സിനെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ RWFൽ മെസ്സിനെ വെച്ചിട്ടുണ്ട്. RWF സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് യമാലിനെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് LWFൻ്റെ നോക്കാച്ചെങ്കിൽ നെയ്മറിനെ കിട്ടിയിട്ടുണ്ട് MSNത്തെ. അപ്പോൾ നമുക്ക് AMFലാണ് ഞാൻ നെയ്മർ യൂസ് ചെയ്യൽ. അതുകൊണ്ട് AMFൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കാച്ചെങ്കിൽ AMFൽ ഗുട്ടി ഉണ്ട്, സ്നൈഡർ ഉണ്ട്. പക്ഷെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർഡ് ഒരു അൺസ്റ്റോപ്പബിൾ കാർഡാണ്. കാരണം നല്ല ഫിനിഷിങ്ങും ലോങ് റേഞ്ചൊക്കെ പക്കയായിട്ട് അടിക്കുന്ന ഒരു കാർഡാണ് സ്നൈഡറിൻ്റെ ആ കാർഡ്. പിന്നെ നമുക്ക് AMFലേക്ക് പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പ്ലെയേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയേഴ്സ് കുറച്ചുകൂടി താഴത്താണ്. പിന്നെ CMF എഡ്ഗർ ഡേവിഡ്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പ്ലെയറെ DMFൽ ബെസ്റ്റ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. കാരണം നല്ല ഇതുണ്ട്, റിസൾട്ട് ഉണ്ട്. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സാബി അലോൺസോനെ വെക്കുന്നുണ്ട്. കാരണം പാസിംഗ് ഒക്കെ ഉണ്ടെങ്കിലും സാബിൻ്റെ ഒരു ഫിനിഷിംഗ് കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ നോക്കാച്ചെങ്കിൽ ബാക്കിലേക്ക് വരാച്ചെങ്കിൽ DMFൽ നമ്മുടെ അടുത്ത് കാര്യമായിട്ട് എപ്പിക്ക് ഇല്ല കേട്ടോ. അപ്പം ഇനി ബാക്കിലേക്ക് വരാച്ചെങ്കിൽ റൈറ്റ് ബാക്ക് ബെല്ലറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യലില്ല. അപ്പോൾ എനിക്ക് വൈറ്റിനാണ് ഒന്നുകൂടി കൂടുതൽ ഇഷ്ടമായിരിക്കണം. കാരണം ആ എഡ്ജ് ക്രോസിങ്ങുള്ള ആരുണ്ട്, ഭയങ്കര ക്രോസിങ്ങാണ്. പിന്നെ ലെഫ്റ്റിലേക്ക് വെച്ച് നോക്കുമ്പോൾ വേറെ ആരെയും നോക്കാമല്ലോ. എൻ്റെ ഒരു ഓപ്ഷനിൽ മാൾഡിനേ ഉള്ളൂ. കാരണം ഈസ് ദ ബെസ്റ്റ്, നൈസാണ്. പിന്നെ ഉള്ളത് കോസ്റ്റാക്കൂട്ടയാണ്. കോസ്റ്റാക്കൂട്ടനെ ഞാൻ ഫസ്റ്റൊക്കെ നല്ല യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ ബാക്സിനെ കിട്ടിയതുകൊണ്ട് കോസ്റ്റാക്കൂട്ടനെ സബിലാണ് ഇരുത്തൽ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളടുത്ത് ഫ്രാങ്കോ പറേസി ഉണ്ട്, ആഡംസ് ഉണ്ട്, ബെക്കൻബോർ ഉണ്ട്, അതേപോലെ അറാവും ഉണ്ട്. ഞാൻ കൂടുതലും ബിൽഡപ്പും ഒരു ഡിസ്ട്രോയിലുമാണ് യൂസ് ചെയ്യല്. കാരണം ഫ്രാങ്കോ പറേസിനെയും വെച്ചിട്ടുണ്ട്, ആഡംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ അറാവും ഉണ്ട്, ബെക്കൻബോറും ഉണ്ട്. ബെക്കൻബോറിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഇടുക. കാരണം ഈസ് DMFലേക്ക് പോകും, RBയിലേക്ക് പോകും, CBയിലേക്ക് പോകും. അങ്ങനെ 3 പൊസിഷനിലേക്ക് പോകുന്നൊരു ബാക്കാണ് ബെക്കൻബോർ. അപ്പോൾ നമ്മൾ അറാവുവിനെയും സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രോയറാണ് വരുന്നത്. നല്ല പെർഫോമൻസാണ് അറാവിൻ്റെ നിന്ന് കിട്ടുന്നത്. പിന്നെ GKയിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് GKയിൽ ഡിഡ വരുന്നുണ്ട്. ഡിഡനെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. കാരണം എൻ്റെ ആകെയുള്ളൊരു GK ഉണ്ടായിരുന്നത് ഡിഡയാണ്. പിന്നെ ചെക്ക് വന്നപ്പോൾ നമ്മൾ കോയിൻസ് ഉണ്ടായിരുന്നുകൊണ്ട് കറക്കിയാണ്ട് ചെക്കും കിട്ടി. അപ്പോൾ ഡിഡനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടുണ്ട്. ചെക്കിനെ മെയിൻ സ്ക്വാഡിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഒരാവശ്യം ഞാൻ കൂടുതൽ കാൻറ്റനെ യൂസ് ചെയ്യും. കാരണം ആ ഷോർട്ട് ടൈം ക്യാൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് പെനാൽറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാൻ്റെ
അതൊരു നൈസ് കാർഡാണ്. കാരണം അതിൻ്റെ എബിലിറ്റീസ് എല്ലാം നൈസാണ്. അഗ്രഷൻ ആവട്ടെ, പാസിങ് ആവട്ടെ ഒക്കെ നൈസായിട്ട് കിട്ടുന്ന ഒരു പ്ലെയറാണ് കാൻഡൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അടുത്ത് റെക്കമെൻഡ് ചെയ്യണത് കാൻഡനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു സ്ക്വാഡ് വരുന്നത്. ചെറുതാണ്, പക്ഷേ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സ്ക്വാഡാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്ക്വാഡിൽ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നൈസാണ്. പിന്നെ എൻ്റെ മാനേജർ വരുന്നത് സാബി അലോൺസ് ഉണ്ട്, ഡെസ്റ്റാംസ് ഉണ്ട്, സ്റ്റോയ്ക്കോവിച്ച് ഉണ്ട്. ഞാൻ കൂടുതലും സാബിനാണ്, കാരണം എനിക്ക് ക്വിക്ക് കൗണ്ടറാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യണത്. ഞാൻ ആദ്യം കളിച്ചിരുന്ന ഔട്ട് വൈഡാണ്, പിന്നെ ഇപ്പോൾ ക്വിക്ക് കൗണ്ടർ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫോർമേഷൻ വരുന്നത്, 4-1-2-3. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. മാക്സിമം ഞാൻ നല്ല വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.